കേരളത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടാണ് എൻ്റെ ചോദ്യം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, പിണറായി വിജയൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഈ ഭരണം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, ദൈനംദിന നിങ്ങളുടെ ചെലവുകളിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇവിടെ 2000 രൂപ പെൻഷൻ നൽകുന്നില്ലേ, അത് നൽകുന്നില്ലേ, ഇത് നൽകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഗവൺമെൻറ് ഒരിക്കലും നിങ്ങളുടെ ഭക്ഷ്യ സാധനങ്ങളുടെ വില കുറച്ചിട്ടില്ല. അത് കൂടിക്കൊണ്ടേ നിൽക്കുകയാണ്. ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, കറണ്ട് ബില്ലാണെങ്കിലും ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ഒരു സാധാരണക്കാരൻ്റെ ജീവിതം അത്രമേൽ ദുസ്സഹമാവുന്ന രീതിയിൽ, കടത്തിൽ നിന്നും കടത്തിലേക്ക് പോകുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഫ്ലെക്സുകളിൽ വളരെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ബസ്സിൻ്റെ മുകളിലും കാണുന്ന കാഴ്ചപ്പാടിൽ എല്ലായിടത്തും നമുക്ക് കാണാം ഫ്ലെക്സുകൾ. അതിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടങ്ങളുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഏതായിരുന്നാലും സാധാരണക്കാർക്ക് ഒരു ഗുണവുമില്ലാത്ത ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണം അവസാനിക്കുകയാണ്. ഇനി UDF ആണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്ര നടക്കുകയുണ്ടായി. ആ യാത്രയുടെ അവസാനം സമാപനത്തിൽ അവിടെ നിന്ന് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് UDF അതിലൂടെ പറയുന്നത്. അതിലൊന്നാമതായിട്ട് പറയുന്നത് സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, അതായത് സാധാരണക്കാരൻ്റെ ഒരു സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുമ്പോൾ അവർക്ക് ആ ഒരു പണം സേവ് ചെയ്യാൻ പറ്റും. അത് സ്വരൂപിച്ചു വെച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. 1000 രൂപ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസ ധനസഹായം. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ കുട്ടികൾക്ക് പോക്കറ്റ് മണി ആയിട്ട് ഒരു 1000 രൂപ സർക്കാർ നൽകുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പറയുന്നത് ക്ഷേമ പെൻഷനുകൾ 3000 ആയി വർദ്ധിപ്പിക്കും. ഇപ്പോൾ 2000 ഉള്ളത് UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ 3000 ആയിട്ട് വർദ്ധിപ്പിക്കും. ഇത് ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് UDF പ്രഖ്യാപിക്കുന്നതാണ്. അടുത്തതായിട്ട് യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം. 5 ലക്ഷം രൂപയാണ് യുവജനങ്ങൾക്ക് സർക്കാർ നൽകുന്നത് വായ്പയായിട്ട്. 5 ലക്ഷം രൂപയ്ക്ക് പലിശ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പുതിയ ബിസിനസ് സംരംഭങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക്, യുവതികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. എല്ലാ കുടുംബങ്ങൾക്കുമാണ്. അപ്പം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഇത് നൽകുന്നത്. അപ്പം നമ്മൾ ആലോചിക്കണം, ഇതും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തതായിട്ട് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് തന്നെ അടുത്ത UDF സർക്കാരിൽ ഉണ്ടാവും. പ്രത്യേക വകുപ്പാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രത്യേക വകുപ്പ് തന്നെ UDF സർക്കാർ വാഗ്ദാനം ചെയ്യാണ്. ഇത്രയും കാര്യങ്ങളാണ് VD സതീശൻ നയിച്ച നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള പുതുയുഗ യാത്രയിൽ, അതിൻ്റെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നടപ്പിലാക്കും എന്നുള്ളത് നമ്മൾ ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും UDFൻ്റെ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇനിയുള്ള മുന്നോട്ട് പോക്ക്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഒരു സർക്കാരായിരിക്കും UDF അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, നിങ്ങൾ സർവ്വവിധ സഹായ സഹകരണങ്ങളും UDFന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക. 10 വർഷം ഭരിച്ച് മുടിച്ച് നമുക്കൊന്നും നേടിത്തരാത്ത ഒരു സർക്കാരല്ല ഇനി വരാൻ പോകുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾ നൽകിക്കൊണ്ട് ഈ ഒരു സർക്കാരിനെ, UDFൻ്റെ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് അവരെ വിജയിപ്പിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.